തൊഴിൽ തട്ടിപ്പിനിരയായി ഒമാനിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഭാരതീയരെ രക്ഷപ്പെടുത്താൻ അടിയന്തരമായി ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ്. 6 മലയാളികളടക്കം 18 ഭാരതീയരാണ് ഒമാനിൽ കുടുങ്ങിയത്. 9 പേർ തെലങ്കാനയിൽ നിന്നും 3 പേർ UP-യിൽ നിന്നുമായിരുന്നു. 3 മാസമായി ശമ്പളമില്ലെന്നും 2 ദിവസമായി ഭക്ഷണവും താമസവുമില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു. തുടർന്ന് ഇവർ ഇമെയിൽ വഴി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചതനുസരിച്ച് സന്നദ്ധ പ്രവർത്തകരും ഇന്ത്യൻ എംബസിയും ഇടപെട്ട് ഇവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. വെൽഡിംഗ് ജോലിക്കാണ് എത്തിച്ചതെന്ന് തൊഴിലാളികൾ ജനം ടിവിയോട് പറഞ്ഞു. ഞങ്ങളെ കൊണ്ടുവന്നത് ആർക്ക് വെൽഡിംഗ് ജോലിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇവർ നമ്മളടുത്ത് പറഞ്ഞത് ഇവിടെ ആർക്ക് വെൽഡിങ്ങിന്റെ ജോലിയില്ല, നിങ്ങൾ ക്ലീനിങ്ങിന് പോകണം എന്നാ പറഞ്ഞത്. നിർബന്ധിച്ചു. നമ്മുടെ വിസയിലും ക്ലീനിങ്ങിന് അടിച്ചത് നമ്മൾ അറിയത്തില്ലായിരുന്നു. നമ്മളത് ആദ്യമേ ഏജന്റിനോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് പെട്ടെന്ന് വിസ കിട്ടാൻ വേണ്ടി അങ്ങനെ അടിച്ചതാണ്, നിങ്ങളുടെ ജോലി അതല്ലാതെ പറഞ്ഞ് ഓഫർ ലെറ്ററിൽ നമുക്ക് തന്നത് വെൽഡറിന്റെ ഇതാണ് തന്നത്, ആർക്ക് വെൽഡിങ്ങിന്റെ ആണ് ഓഫർ ലെറ്റർ തന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവർ നമ്മളത് പറഞ്ഞ് ക്ലീനിങ്ങിന് ഇറങ്ങണമെന്ന്. പിന്നെ ഇത്രയും പേര് ഒരുമിച്ചുള്ളതുകൊണ്ട് ആരും ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു.